പക്ഷേ കീപ് ഷൈനിങ് ആണെന്ന് വിചാരിക്കരുത്. വാച്ച് കാർട്ടിയറാണ്. 1.5 ലക്ഷം രൂപ വില വരും. ഇതിവിടെ ഇരിക്കട്ടെ. ചെന്നി നായകവും മുട്ടയുടെ വെള്ളയും ചില്ലറക്കിടി നാട്ടുമരുന്നുകളും ചേർത്ത് ഒരു ശവാരി ഗിരിഗിരിയുണ്ട്. ചതവിന് ബെസ്റ്റാ. വണ്ടിപ്പേട്ടയിലെ ഉണ്ണിരാം വൈദ്യർക്കറിയാം. ഫാദറാണ്. അല്ലെങ്കിൽ നീ ഒരു ബ്ലാക്ക് കളർ ആടിനെ വാങ്ങിച്ച് 14 ദിവസം സൂപ്പ് വെച്ച് കുടി. തടി നല്ല കട്ടയ്ക്ക് ഇരുന്നാലേ നിനക്കും ആർണോൾഡ് ഷ്വാസ്നേഗറിനും ഒക്കെ ഫീൽഡിൽ പിടിച്ചിരിക്കാൻ പറ്റും. വെടിപ്പായല്ലോ പോലെ ഹാപ്പി അല്ലേ? അല്ല പഠിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, നടന്നില്ല. പിന്നെ ഗളരിപ്പൈ, അത് കുറെ കാലം പഠിക്കണം എന്ന് പറഞ്ഞ് നടന്നു. ടൈം കിട്ടിയില്ല. ആകെ അറിയാവുന്നത് നല്ല നാടൻ തല്ല. അതൊരു കോമ്പറ്റീഷൻ ഐറ്റം അല്ലാത്തതുകൊണ്ട് ഗപ്പൊന്നും കിട്ടിയില്ല. പിന്നെ ഞാൻ ഇടിച്ച് പല്ല് തെറിപ്പിച്ചിട്ടുണ്ട് ചിലരുടെ. അതൊക്കെ ഞാൻ വീട്ടിലൊരു ഹോർലിക്സ് കുപ്പിയിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അല്ലടാ ഉണ്ണി, ഇത്രയും വലിയ കുപ്പി. എന്നാൽ നമുക്ക് തുടങ്ങാം. വഴിയെ പോയ അടി എരന്ന് വാങ്ങിയ നിങ്ങളുടെ ആഫീസർ കേസാക്കില്ല എന്ന് പറഞ്ഞു തുടങ്ങിയ കളിയാ. ഇനി അവ കേസാക്കിയ ആചാര വെടിമുഴക്കി അവന്റെ ശവാടക്കം കൊണ്ടാടേണ്ടി വരും നിങ്ങൾ സഹപ്രവർത്തകർക്ക്. സവാരി ഗിരിഗിരി അളിയാ, ഞാൻ അവരോടൊപ്പം നീ ഒരു ചായ കുടിച്ചിട്ടാ. കുടിക്കുമ്പോ തനിച്ചിരുന്ന് കുടിക്കണമെന്നാ പിൽപ്പു അയ്യപ്പൻ നായർ പറഞ്ഞത്. ആളുകളെ അങ്ങ് ഒഴിവാക്കാനാ ഇപ്പൊ പൊട്ടിയ വെടി. മോനെ, ആദ്യം ഒരു കട്ടൻ ചായയുടെ കൂടെ ലൈം പീസും. എവിടെ ഓണർ ഗുരുഷു? ഒരു മറ്റേ പണി കാണിക്കല്ലേ? ഞാൻ പണിയാൻ തുടങ്ങുന്നതേ ഉള്ളടാ പാട്ടുപാ റാസ്കൽ. നിന്റെ കൺസീൽഡ് ടെൻഡർ എനിക്കങ്ങ് ബോധിച്ചു. എടാ പട്ടി പുരുഷു, താങ്ങുന്നത് കാർത്തികേയനിട്ടാണെന്ന് നീ ഓർത്തില്ലേ? അതോ നീ ഇത്രയ്ക്കങ്ങ് വലുതായ? ഇനി കാണുമ്പോ നിന്റെ മീശ പിരിച്ചിങ്ങനെ മുകളിലോട്ട് വെക്കരുത്. അങ്ങനെ കണ്ടാൽ സീ വിടുവേ. പുരിച്ചതാ മോനെ, ആപ്പച്ചട്ടിയില് അരി വറക്കരുത്.